അമ്മ അതെ ഞാൻ കേരളത്തിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പ് കണ്ടിപ്പാ ഞാൻ നാട്ടിൽ ഒരു വാട്ടി ഓണം ആഘോഷിക്കുന്നത് എന്റെ പ്രാർത്ഥനയാണ്. സത്യഷ്ടാണ്. ഉണ്ടാക്കാറിയോ? ഒരേ ഒരു സാധനം മാത്രം ഉണ്ടാക്കാറിയുള്ളൂ. എന്താ? ഉള്ളിത്തീയില്. അമ്മ കുക്ക് ചെയ്യോ? അമ്മ കുക്കിയില്ലേ? അമ്മ കുക്ക് ചെയ്ത് 15 വർഷമായി. ഉണ്ണിമുഖത്തിനോട് ക്രഷ് ഉണ്ടോ? ക്രഷെങ്കിൽ ഫ്രണ്ടുക്ക് മേലെ ലവർക്ക് കീഴെ. ഉണ്ണിമുഖൻ ഇത് കണ്ടിട്ട് പ്രപ്പോസലായിട്ടൊക്കെ വന്നാലോ? വന്നെങ്കിൽ അപ്പോഴും വന്നിരിക്കണം അല്ലേ? പറഞ്ഞ ഒരു വർഷം ഇനി വന്നില്ല. സ്റ്റിൽ ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇഷ്ടം ഇനി ചെറിയ സോട്ടെ ഇഷ്ടം. ഇത് പഞ്ചാബി ഹൗസ് മല്ലു സിംഗ്. കോൺസെപ്റ്റ് പറ. ഓക്കെ, 5 അടി. അത് മുമ്പ് ഞാൻ പറയായിരുന്നു അല്ലേ? ഇപ്പൊ എന്റെ കോൺസെപ്റ്റ് കുറച്ച് മാറി. അതെ, നല്ല 5 അടി 11 ഇഞ്ച്. പക്ഷെ അവന്റെ മനസ്സ് കൊള്ളില്ലെങ്കിൽ എന്ത് ചെയ്യും? 5 അടി 11 ഇഞ്ച് വെച്ച് ഞാൻ എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ ക്വസ്റ്റ്യന്. ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഓപ്റ്റിമിസ്റ്റിക് ആയ ഒരു ചെക്കൻ, പോസിറ്റീവായ ഒരു ചെക്കൻ. അതുവേ ഭയങ്കര അട്രാക്റ്റീവ് ഉണ്ടാവും. മെച്യൂരിറ്റി ഉള്ള ഒരാൾ ടു ഹാൻഡിൽ മീ, someone who accepts me, അങ്ങനത്തെ ഒരിത്. എന്നിട്ട് ഒരു 5 അടി 11 ഇഞ്ച് വേണമെങ്കിൽ. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി, അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ ഇൻ്റർവ്യൂ ആണ്. അതിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, ശിവാംഗി. ഹലോ. ഹലോ, ഹായ്. ഞാൻ കേട്ടിട്ടുണ്ട് പൊതുവേ നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഭയങ്കര സൈലന്റ് ആണെന്ന്. ശരിക്കും? അതാ ഞാൻ രണ്ടുമാണ്. സംസാരിച്ചോണ്ടേയിരിക്കും, സംസാരിച്ചില്ലെങ്കിൽ നല്ല സൈലന്റ് ഉണ്ടാവും. ഒരു കമ്പനി ആയിട്ട് വരണം, അങ്ങനെയാണോ? അതെ. ടൈം എടുക്കും. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇൻട്രോവേർട്ട് അല്ല. കുറച്ച് വയസ്സാവും തോറും നമ്മള് മാറൂലേ, ആന്റിവേർട്ട്. അപ്പൊ ഇപ്പൊ വയസ്സായോ? യെസ്. ഓക്കെ, ഹാപ്പി ആണോ? ഹാപ്പിയാണോ? കേരളത്തിൽ എപ്പോഴെങ്കിലും ഓണം ആഘോഷ മെമ്മറീസ് ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഓണം ആഘോഷിച്ചിട്ടില്ല? ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് മറവിയായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അമ്മ അതെ ഞാൻ കേരളത്തിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? ഹലോ അമ്മ, കേരളത്തിൽ ഞാൻ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? എപ്പോ? പക്ഷെ അത് ടിപ്പിക്കൽ ഓണമല്ല. നമ്മള് ചുമ്മാ റിസോർട്ട് ബുക്ക് ചെയ്ത് പോയി. പക്ഷെ ഓണം എന്താ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല. അത് ചെറിയ വയസ്സ്. അയ്യോ, ഇവര് ചോദിച്ച ക്വസ്റ്റ്യൻ വേറെ, അമ്മ പറയുന്നത് വേറെ. അത് നമ്മൾ ഇവിടെ അതാണ്. അത് ചെന്നൈയില് ഇവർ ചോദിച്ച നാട്ടില് പോയിട്ടല്ല. ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പ് കണ്ടിപ്പാ ഞാൻ നാട്ടിൽ ഒരു വാട്ടി ഓണം ആഘോഷിക്കുന്നത് എന്റെ പ്രാർത്ഥനയാണ്. ഒത്തുവരെ ഞാൻ ആഘോഷിച്ചില്ല. ഇപ്പൊ കൂടെ ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ഞാൻ ഒന്ന് വിഷുവേ ആഘോഷിച്ചത് ഇവിടെ കേരളത്തില്. കറക്റ്റ് ആയി ടൈമിൽ എന്തെങ്കിലും ഒരു ഇത് എന്താ പറയാ, ബിസായി പോവും. അതെ, അതുകൊണ്ട് പോകാൻ പറ്റാതെ വരും. അയ്യോടാ. അതെ, സ്കൂളിൽ പഠിക്കുമ്പോ കൂടെ വന്ന് ലീവ് കിട്ടില്ല. അതുകൊണ്ട് ഇത് ഇവിടെ പഠിച്ചുകൊണ്ട് ലീവില്ല. നമുക്ക് അവിടെ 10 days ലീവ് ഉണ്ട്. ഇവിടെ ലീവില്ല. അയ്യോടാ. ഇവിടെ നവരാത്രിക്ക് മാത്രമേ ലീവ് ഉള്ളൂ, 10 നാളില്. അപ്പൊ അടുത്ത വർഷം ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ? യെസ്. കേരളത്തില്? യെസ്. അപ്പൊ ഈ അടുത്ത് കല്യാണം ഉണ്ടാവൂ? അറിയില്ല. കണ്ടു വെച്ചിട്ടുണ്ടോ? ഇല്ല.
പിന്നെ സത്യം. പക്ഷെ ഒരു കള്ളലക്ഷണമുണ്ട്. കലലക്ഷണമാ, അത് എന്റെ ഗ്ലോ ആണ്. ഓക്കെ. ഇപ്പോൾ ഇത്ര ഇയേഴ്സ് ആയില്ലേ ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ? ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴാണ് അറിയണത് ബോയ് ഫ്രണ്ടിൽ കുട്ടിക്കൊരു ട്രാക്ക് കൊടുത്തിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. അതാണ് ഇപ്പൊ സ്റ്റാർട്ടിങ്. അതെ, അത് ഒന്ന് അറൗണ്ട് 4 or 5 years എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് എനിക്ക് അപ്പോൾ ബോധമേ ഇല്ല, ഇപ്പോഴേ ബോധമില്ല. അപ്പോൾ ആലോചിച്ച് നോക്ക്, ചെറിയ വയസ്സില് ഏതോ ഒരു എന്താ പറയണ്ടേ, ഒരു ബൊമ്മ എടുത്തിട്ട് പോയി എവിടെയെങ്കിലും പോയി വെച്ചാൽ അവിടെ ഇരിക്കും, എന്നിട്ട് അവിടെ പോയി വെച്ചാൽ ഇവിടെ ഇരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ. എന്നിട്ടെന്നാ അമ്മ അപ്പ വന്ന് നിറയെ സ്റ്റുഡിയോസിൽ ഇങ്ങനെ അപ്പോൾ കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പമ്മന്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളെല്ലാം പറന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ നോക്കാനും ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ അമ്മ വന്ന് എല്ലാ സ്റ്റുഡിയോനും നമ്മളെ കൂട്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവിടെ MJ ചന്ദ്രൻ അങ്കിൾ വന്ന് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ചെന്നൈയിലായിരുന്നു. മലയാളം ശരി, തെലുഗു ശരി, തമിഴ് ശരി, എല്ലാമേ ചെന്നൈയിലായിരുന്നു. അപ്പോൾ വന്ന് എല്ലാ സ്റ്റുഡിയോ ഇങ്ങനെ പോയിട്ട് എന്നും നടക്കുന്നേ അറിയില്ല. ഞാൻ പാട്ട് പോവും, ഉറങ്ങും, പിന്നെ തിരിച്ച് അമ്മ കഴിയുമ്പോൾ വരും. സോ അങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് പോയതാ അമ്മനെ, അതായത് എന്നെ ഇതില്. ദിടീർന്ന് നോക്കിയാൽ മൈക്കിന് മുന്നാടി നിർത്തി. എനിക്കാണെങ്കിൽ ഭയങ്കര ഷൈ അപ്പോഴേ. അപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്നില്ലേ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്നു? ആഹാ, ഞാൻ ചെറിയ വയസ്സിൽ സംസാരിക്കുകയേ ഇല്ല. ആരും ആരെങ്കിലും മനുഷ്യനെ നോക്കിയാൽ ഞാൻ ഓടിപ്പോവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ചെറിയ വയസ്സില്. അതും ഒന്ന് എല്ലാവരും വന്ന് ഇട്ടാ നിറയെ പേരിരുന്ന്, അതും ഈ ചെറിയ വയസ്സിലല്ല, ശിവാങ്കി പാട്ട് പാട് അങ്ങനെയൊക്കെ പറയലേ, ഞാൻ ഓടിപ്പോ. ഞാൻ അതുകൊണ്ട് ഞാൻ നിറയെ ഈവെന്റിന് പോവില്ല. എന്തിനാ അമ്മ പാട്ട് പാടിയാ ഞാൻ പാട്ട് പാടണമെന്നാ. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കോ എല്ലാവരും വിചാരം കുട്ടിയും പാടുന്നു, അപ്പൊ നീ പാടാൻ വരില്ല. അപ്പൊ ഞാൻ വന്ന് ഇല്ല ഞാൻ വരില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഈവന്റ് വന്ന് എന്നെ പാടാൻ പറയുമെന്ന് പേടിയായിട്ട് ഞാൻ ഈവന്റിന് പോവില്ല. ബർത്ത്ഡേ പാർട്ടിക്കില്ല ഞാൻ പോയില്ല. അപ്പൊ എങ്ങനെ ഫിലിമിൽ പാടി? അതിൽ ഭയങ്കര എന്നെ പറയാണ്ട എടുത്തിട്ട് പോയി നിക്ക വെച്ചിട്ട് എന്നിട്ട് ചെയ്യണ്ടായിരുന്നു. ശരി ചുമ്മാ പാട് അതെന്ന് പറഞ്ഞ് ഐ തിങ്ക് റോൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു, റെക്കോർഡ് ചെയ്തു, ബട്ടൺ അമക്കി ഏത് വരുന്നു അതങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചു, അത്രേ ഉള്ളൂ. അയ്യോടാ. അതെ. ഇപ്പൊ ഓണം എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് അങ്ങനെ മെമ്മറീസ് ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഓണം എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്താ മനസ്സിൽ ഓർമ്മ വരുന്നത്? സദ്യ. സദ്യ ഇഷ്ടമാണ്. ഉണ്ടാക്കാറിയോ? ഒരേ ഒരു സാധനം മാത്രം ഉണ്ടാക്കാറിയുള്ളൂ. എന്താ? ഉള്ളിത്തീയില്. ഓക്കെ. പക്ഷെ ഇപ്പൊ അത് മറന്നുപോയി. പക്ഷെ എനിക്ക് ഉണ്ടാക്കാറിയാം. അറിയോ? കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ഇവിടുത്തെ കുക്ക് വിത്ത് കോമളിയിൽ കുക്കായിട്ട് വന്നു. സോ അതിൽ വന്ന് ഒരു കണ്ടിന്യൂസ് 8 months കുക്കിംഗ് ട്രെയിനിങ് എടുത്ത് ഞാൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ കുക്കേ ചെയ്യാറില്ല. പക്ഷേ പഠിപ്പിച്ചു വന്ന് ഞാൻ കുക്ക് ചെയ്താ അത് സൂപ്പർ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ പുണ്യമുണ്ട്, കൈപ്പുണ്യമുണ്ട്. യെസ്. ഓക്കെ. കുക്ക് വിത്ത് കോമാളി ഇത്രയും സീസൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, 4 സീസൺ. 4 സീസൺ ചെയ്തു. അതിൽ 3 സീസൺ കോമാളി, 4ാമത്തെ സീസൺ വന്ന് ഞാൻ ഒന്ന് കുക്കായിട്ട് വന്നു. അപ്പോൾ ഞാൻ അതിൽ ഒരു എപ്പിസോഡിൽ ഒന്ന് ഉള്ളിത്തീയിൽ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ അതിന് നല്ലൊരു ഇത് കിട്ടി, കമൻസ്. അപ്പോൾ ഒന്ന് എനിക്ക് ഉള്ളിത്തീയിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് കേരളത്തിന്റെ എരിശ്ശേരി എന്നാ ഭയങ്കര ഇഷ്ടം, ഓലൻ എന്നാ ഭയങ്കര ഇഷ്ടം, ഉപ്പേരി അതല്ല ഓക്കെ. എന്നിട്ട് പാലട പ്രഥമൻ. പക്ഷേ ഇപ്പൊ എനിക്ക് എന്താ പറയണ്ടേ, പാലട പ്രഥമൻ കുടിക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് പാല് അലർജി ആയിപ്പോയി. അയ്യോ അയ്യടാ. എന്താ കാരണം പാലട പ്രഥമനാണ് അതിന്റെ ഒരു മെയിൻ. അതില് പാല്, കണ്ടൻസ് മിൽക്ക് എല്ലാം ഇടൂലേ. അത് എനിക്ക് ഒരു സ്പൂണിന് മേലെ കഴിച്ചാൽ അത്രേ ഉള്ളൂ. എന്റെ വയറിളകി ഞാൻ ഡെയിലി ആ ദിവസമേ എന്റെ പോകും. അയ്യോടാ. അതെ. ഈ ഉള്ളിത്തീയിൽ എങ്ങനെ ഉണ്ടാക്കുന്നേ ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിട്ട്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർമ്മ ഉള്ള വരയ്ക്കും ഞാൻ പറയാം. ഫസ്റ്റ് ഉള്ളി ഇരിക്കുന്നില്ലേ, ചെറിയ ഉള്ളി, അതൊന്ന് പീൽ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരിക്കുന്നില്ലേ, തേങ്ങാനെ വന്ന് ചിരണ്ടി എന്തോ ചെയ്യണം. തേങ്ങാനെ ചിരണ്ടി അത് വന്ന് എനിക്ക് മറന്നുപോയി. ഞാൻ നോക്കിയിട്ട് പറയാം. എൻ്റെ അടുത്ത് ഒരു ഓറഞ്ച് ബുക്ക് ഉണ്ട്, അതിൽ ഞാൻ റെസിപ്പി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് കൺഫേം ഞാൻ പറയാം. അതിൽ എന്തൊക്കെ റെസിപ്പീസ് ഉണ്ട്?
അതിലൊരു 75 റെസിപ്പി ഉണ്ട്. കുക്ക് വിത്ത് കോമാളിയുടെ റെസിപ്പീസ് ആണോ? അയ്യോ, അതിൽ വന്ന് 75 റെസിപ്പി ഉണ്ട്. ഒരു റെസിപ്പി കൂടെ പിന്നെ പക്ഷെ കണ്ട എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. കണ്ട എല്ലാ എക്സാമിന് പോകുന്ന മുമ്പേ മറന്നു പോകും. എന്നിട്ട് ദിടീർന്ന് കണ്ടാൽ നമുക്ക് ഓർമ്മ വരില്ലേ, അങ്ങനത്തെ ടൈപ്പ്. ഓക്കെ. അമ്മ കുക്ക് ചെയ്യോ? അമ്മ കുക്ക് ചെയ്യില്ലേ? അതാണ് ഇത്ര അമ്മ കുക്ക് ചെയ്യില്ല. അമ്മ ഒന്ന് കുക്ക് ചെയ്യും. എന്ത് തൈര് സാധം അത് കുക്ക് ചെയ്യും. പക്ഷെ അമ്മ കുക്ക് ചെയ്യില്ല. ഇല്ല, അമ്മ കുക്ക് ചെയ്ത് 15 വർഷമായി. ശരിക്കും ഞങ്ങളുടെ വീട്ടില് 15 വർഷമാ നിറയെ കുക്കൊക്കെ വരാറുണ്ട്. അപ്പോ അവരാണ് അപ്പൊ അമ്മയ്ക്ക് ടൈമില്ല. അമ്മ ഒന്ന് ഷൂട്ടിങ്ങിന് പോകും, എന്നിട്ട് പാട്ട് ക്ലാസ് എടുക്കും. അമ്മയ്ക്ക് എഴുന്നേറ്റ് ഉറങ്ങാനേ ടൈമില്ല. അതുകൊണ്ട് നോ പ്രോബ്ലം, അമ്മനെ ഞാൻ ഇത് ചെയ്തു, ക്ഷമിച്ചു, വിട്ടു. അതെ. ഓക്കെ. ഇപ്പൊ ശിവാംഗി എന്ന് പറയുമ്പോ ഇപ്പൊ ആക്ടറാണ്, സിംഗറാണ്, പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഉമ്മ ഭയങ്കര ഫേവറേറ്റാ. ഇപ്പം ബിഗ് ബോസ് ഫിനാലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശിവാംഗി വന്നു, ശിവാംഗിനെ കുറിച്ച് ചോദിക്കുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ചെന്നൈയിൽ പോവാണ് ശിവാംഗിയുടെ ഇന്റർവ്യൂ എടുക്കാൻ. ഭയങ്കര ഫാനാ. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്ങനെ ഇത് സാധിക്കുന്നേ? സീക്രട്ട് എന്നോ? ദൈവ അനുഗ്രഹം. എന്തിനാ ഞാൻ കൂടെ കേരള മക്കളിരിക്കുന്നില്ലേ, അവരെല്ലാം ഇപ്പോഴാണ് പുതിയതായിട്ട് ഒരു ടേമേ ഞാൻ പഠിച്ചത്. ഏറൽ അറിയില്ലേ? ആ സാധനം അറിയില്ലേ? ഒരാളെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഏറിപ്പോയി. അതുകൊണ്ടാ ഞാനും ഇപ്പൊ കെയർഫുൾ ആയിരിക്കുന്നു. ഞാൻ എന്തിനാ ഒന്ന് കേരളത്തെ ആൾക്കാരിലെ ഒന്ന് സൂപ്പർ മക്കള് എന്താ, ഒരാൾ തെറ്റ് പറഞ്ഞാൽ തെറ്റ്, അങ്ങനത്തെ ഇത് ഇവിടെ എല്ലാരും അങ്ങനെ തന്നെയാ. പക്ഷേ ഞാൻ വിചാരിച്ച ഞാൻ സംസാരിക്കുന്നത് കണ്ട് എല്ലാരും എന്നെ എയറിലാക്കുന്ന പക്ഷെ എല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് വന്ന് ഒരു ഭയങ്കര ആശ്ചര്യമേ. അതുകൊണ്ട് എനിക്ക് വന്ന് ഭയങ്കര നന്ദിയുണ്ട് കേരളത്തിന്റെ മക്കളിനോട്. അതെ. ഇപ്പൊ കേരളത്തിലൊരാൾ ഇവിടെ എയറിലാണ്. അറിഞ്ഞു. ഫിലിംസ് ഒക്കെ വിജയണ്ണൻ ഫാനാണോ? ഓഫ് കോഴ്സ്. കണ്ടോ ജനനായകൻ? കണ്ടു. സൂപ്പർ. എന്താന്നാ ഞാൻ ചെറിയ വയസ്സ് തൊട്ടേ എന്താ പറയണ്ടേ, തളപതി വിജയ് എന്റെ ഫാൻ. എന്റെ ഫാൻ അല്ലേ, ഞാൻ പുള്ളിയുടെ ഫാന്. ഞാൻ പുള്ളിയുടെ ഫാൻ. സോ അതുകൊണ്ട് എനിക്ക് വന്ന് ലാസ്റ്റ് ഫിലിം ജനനായകൻ ഡെഫിനറ്റ്ലി ലാസ്റ്റ് ഫിലിം ഇൻ തിയേറ്റർ എങ്ങനെ ഞാൻ ഒന്ന് കാണാൻ പോയിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി കണ്ടു. ഫസ്റ്റ് ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് സെക്കൻഡ് എങ്ങനെയെങ്കിലും കാല് പിടിച്ച് ഞാൻ ഒന്ന് ടിക്കറ്റ് എടുത്ത് ഫാമിലിയെ ഞങ്ങളെല്ലാം പോയി കണ്ടു. എനിക്ക് തോന്നുന്നു ഇവിടെ CM ആയപ്പോ ഇവിടെ ആഘോഷമായി കാണുമല്ലോ. അതെ, നല്ല ആഘോഷമായിരുന്നു. സെലിബ്രേറ്റ് ചെയ്തു. കേരളത്തിൽ തന്നെ ഞങ്ങൾ ഫുൾ സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങൾ അവിടുത്തെ റിസൾട്ടിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആണോ? ഞങ്ങളും അങ്ങനെയായിരുന്നു. ഞങ്ങൾ 24/7 നോക്കിയിട്ട് ജയിക്കോ ഇല്ലയോ അങ്ങനെ നോക്കിട്ടിരുന്ന്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡ് ഭയങ്കര പറപ്പറപ്പുണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ അവിടെ അതെല്ലാ ഇന്റർവ്യൂലും ഞാൻ പറഞ്ഞു. സോ എന്താന്നാ ഇവിടെ വന്ന് വോട്ടിടാത്ത ആൾക്കാർ പോലും ഇത്ര വർഷം വോട്ടിടാത്ത ആൾക്കാരെ വന്ന് വോട്ടിട്ടു. ഇൻഫാക്ട് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് വോട്ട് എന്റെ. അതെ, അത് വിജയ്ക്ക് ആണല്ലോ. നിങ്ങൾ ആസ് എ മീഡിയ പേഴ്സൺ ആർക്ക് വോട്ടിട്ടും ചോദിച്ചാ നിങ്ങളെ ജയിലിലിടും നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ. എങ്ങനെയുണ്ട് വിജയ് CM ആയിട്ട്? ഇപ്പോഴല്ലേ ഇത്, നമുക്ക് ഇനി ഒരു വർഷം പിടിക്കും എങ്ങനെ പോകുന്നു അറിയാൻ. ഫുൾ കോൺഫിഡന്റ് നോക്കാം. എല്ലാവരും നമ്മൾ ഒന്ന് ആസ് എ ഡെമോക്രസി ഏത് റൈറ്റോ റോങ്ങോ അത് നമ്മൾ വന്ന് പറയണം. ഇത് റൈറ്റ്, ഇത് റോങ് അങ്ങനെയെന്ന്. അപ്പോൾ എന്തെങ്കിലും റോങ് അങ്ങനെ എന്നാൽ നമ്മൾ റോങ് എന്ന് പറയണം. അപ്പോൾ നമ്മൾ വന്ന് ഒരു വർഷം പൊരുത്തിരുന്ന് നോക്കണം, ഇതുപോലെ എന്താ നടക്കുന്നേ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അങ്ങനെയെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോ ചോദിക്കാം. ഓക്കെ. ഇപ്പം അമ്മയുടെ അടുത്ത് ഇപ്പൊ ഒരു ഓണത്തിനൊരു സദ്യ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അതിലൊരു ഐറ്റം കുക്ക് ചെയ്യാൻ പറഞ്ഞാല് അമ്മ ഏതായിരിക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ? സാമ്മ ഡിഷ്, നിങ്ങളുടെ ഡിഷാണ് സൂപ്പർ ഡിഷ്. എരിശ്ശേരി, നല്ല തേങ്ങ, മഞ്ഞ പൂസണിക്ക, അത് കഴിഞ്ഞിട്ട് വേറെന്താ ഇടുന്നത് അതില്? കണ്ടാ നിങ്ങൾക്ക്
റെസിപ്പി അറിയില്ല, എന്റെ അടുത്ത് ഒന്ന് റെസിപ്പി ചെയ്യിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പേരി, ശർക്കര വരട്ടി, പപ്പടം, പഴം. അങ്ങനെയല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ഓ, സദ്യയിൽ എന്തൊക്കെ വേണം ചോദിക്കണം. ആ ഓക്കെ. എരിശ്ശേരി, ഓലൻ, കാളൻ, അവിയൽ, ഇത് ഇഞ്ചി, മാങ്ങ, പുളിയിഞ്ചി, മാങ്ങ ഊറുക, ഉപ്പേരി, പാലട പ്രഥമൻ, നല്ല ബ്രൗൺ റൈസ്. അത് കഴിഞ്ഞ് വേറെന്താ ഉള്ളേ? കൈതച്ചക്ക, ബീട്രൂട്ട്, തൈര്, ബീട്രൂട്ട് പച്ചടി, തോരൻ, കൂട്ടുകറി. തോരൻ, കൂട്ടുകറി, അതിലെ പായസം പറഞ്ഞില്ലേ? പാലട പ്രഥമൻ, പപ്പടം. പപ്പടം ഇവിടെ വന്ന അപ്പളം എന്നാ പറയുന്നത്. അത് അങ്ങനെ ആപ്പിൾ അല്ല, അപ്പളം. ഓക്കെ. അത് പപ്പടത്തിന് ഇവിടെ അപ്പളം. പക്ഷേ കേരള പപ്പടം അല്ല ഇവിടെ നല്ല ഇനി കുറച്ചുകൂടെ വലുതായിരിക്കും, സൂപ്പർ ഉണ്ടാവും അതും. എന്നിട്ട് ഈ ഇതില്ലേ ബാറ്റ് ചിപ്സ്, എന്നിട്ട് മുറുമുറു എന്നിരിക്കുന്ന സാധനങ്ങൾ, അതിന് ഇവിടെ പേര് വന്ന് വടാം. ഇല്ലെങ്കിൽ വത്തൽ. ഓക്കെ, വ്യത്യാസം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം മലയാളം എഴുതാൻ വായിക്കാനൊക്കെ അറിയാം? അറിയില്ല, പക്ഷെ എനിക്ക് ആ മാത്രം അറിയാം. അത് മാത്രം അറിയാം. അതെങ്ങനെ പഠിച്ചപ്പോ? അപ്പൊ ഒരു ദിവസം എന്റെ ചേട്ടൻ, ശ്യാമു ചേട്ടൻ, കൊടുങ്ങല്ലൂർ എന്റെ വീട് കൊടുങ്ങല്ലൂർ. ഇതെന്താ ഒരു ഇന്റർവ്യൂല് ആൾക്കാരെ വന്ന് ഒരു നാട്ടിൽ നിന്ന് എന്റെ ഇന്നൊരു കസിന് ഫാമിലി കൊടുങ്ങല്ലൂരില് വലിയ കലാക്ഷേത്രം വെച്ചിട്ടുണ്ട്. സുന്ദരോദയ കലാക്ഷേത്രം. ഓക്കെ, അത് നിങ്ങളുടെ കസിൻ? ഇത് എന്റെ വല്യച്ഛന് വെച്ചിട്ടുണ്ട്. അപ്പോ അതില് അവരുടെ മോനാണ് ശ്യാമചേട്ടൻ വന്ന് എനിക്ക് വന്ന് മലയാളം പഠിപ്പിച്ചേരാന്ന് പറഞ്ഞ് അത് പഠിച്ചു തന്ന്. ഈ മാത്രം ഓർമ്മയുണ്ട്, ഈ തൊട്ട് ഓർമ്മയില്ല. അയ്യോടാ. ശിവാംഗിയുടെ സംസാരത്തിനും ചിരിക്കൊക്കെ ഭയങ്കര ഫാൻസാ പൊതുവെ, തമിഴിലും മലയാളത്തിലും ഒക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ എന്താ പുറത്തിറങ്ങുമ്പോ ആളുകളെ ഏറ്റവും കൂടുതൽ അറിയുന്ന എന്താ? ചിരി, സൗണ്ട്, വോയിസ്. ഇപ്പൊ റീസെന്റ് ഞാൻ ബാംഗ്ലൂരിൽ പോയി, ഒരു 3 years കഴിഞ്ഞ് പോയി. തമിഴിയൻസ് മാത്രം വന്ന് പണ്ടൊക്കെ റെക്കഗ്നൈസ് ചെയ്യായിരുന്നു. പത്താ ഇപ്പൊ മലയാളിയിലും റെക്കഗ്നൈസ് ചെയ്യുന്നു, തമിഴിയൻസും റെക്കഗ്നൈസ് ചെയ്യുന്നു. എനിക്കേ ഭയങ്കര പുതുമയുണ്ടായിരുന്നു. അതെ, അതും മെജോറിറ്റി എല്ലാം പറഞ്ഞത് കണ്ടപ്പോ മനസ്സിലായില്ല, പക്ഷെ വോയിസ് കേട്ടാ മനസ്സിലായത് ഇത് ആ കുട്ടിയല്ലേന്ന്. അപ്പൊ വോയിസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പ്ലസ് എന്റെ മൂഞ്ചി മാറിപ്പോയി. അതെന്താ മൂഞ്ചി മാറിപ്പോയി? ഇൻ ദ സെൻസ്, പണ്ടെല്ലാം വന്ന് ഞാൻ കുറച്ച് ചബ്ബിയായിരുന്നു, എന്റെ ബോഡി ടൈപ്പേ വേറെ ആയിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട്, ഡയറ്റ്. സ്ഥിരം വർക്ക്ഔട്ട് ഫ്രീക്കായി. അതെ. അപ്പം ഡയറ്റിൽ ഇപ്പൊ എല്ലാം കഴിക്കാൻ പറ്റില്ലല്ലോ? അല്ല, ഞാൻ ബാലൻസ് ഡയറ്റേ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ വെജിറ്റേറിയൻ ഓൾറെഡി. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഓൾറെഡി അത് ലിമിറ്റഡ്. തിരിച്ച് അതിൽ ലിമിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഡയറ്റീഷ്യനെ അടുത്ത് എനിക്കെല്ലാം കഴിക്കാം, എനിക്ക് ഇത് കഴിക്കണം. പ്ലസ് ഞാൻ ഇവിടെ ഒരു കട തുടങ്ങാൻ പോവാണ്. സോ അത് സ്വീറ്റ് ഡെസേർട്ട് കട. എനിക്ക് സ്വീറ്റ് എന്ന് അത്ര ഇഷ്ടമാണ്. സ്വീറ്റ് എന്ന് എൻ്റെ ജീവനാണ്. എനിക്ക് എല്ലാ മീലിലും ഒരു സ്വീറ്റ് ഡെഫിനറ്റ്ലി വേണം. ഞാൻ ജീവിക്കുന്നത് സ്വീറ്റിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്കൊന്ന് സ്വീറ്റ് ഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാം ഇതിന് 10 days. കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ചെന്നൈയിൽ ആരേപ്പുറമിൽ ഇരിക്കുന്ന ലൂമിൽ കണ്ടിപ്പാ നിങ്ങൾ വരണം. പേര് ലൂമി. മീനിങ് വന്ന് ലൂമിന ഫ്രോസ്റ്റ്, ലൂമിന കോൾഡ് ചില്ല്, ലൂമിന ലൈറ്റ്, ലൂമിന യു ആർ വെരി ലൂമിനസ്. അങ്ങനെ നിങ്ങൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ. സെലക്ട് ചെയ്തത് ഞാൻ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യു വെഞ്ചർ. അടിപൊളിയാവട്ടെ. ഇനിയിപ്പോ ഞങ്ങൾ നെക്സ്റ്റ് ടൈം ചെന്നൈയിൽ വരുമ്പോൾ നിങ്ങളെല്ലാം ഷോപ്പിലേക്ക് വരാം. ഈ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് ശിവ കാർത്തികേയൻസിന്റെ കൂടെ ഫസ്റ്റ് ആക്ടിങ് ഡിബേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റാർട്ട്? എനിക്ക് അന്ന് അപ്പൊ പോകുമ്പോ എനിക്ക് ആക്ടിങ് അറിയില്ല. ഇൻഫാക്ട് സിനിമ എന്താന്നേ അറിയില്ല, സിനിമ വേൾഡ് എങ്ങനെ ഉണ്ടാവുന്നേ അറിയില്ല. ബിക്കോസ് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ എങ്ങനെ ഉണ്ടായിരിക്കും അതെല്ലാം എനിക്കറിയാം, ഒരു മ്യൂസിക്കിന്റെ പുറകിൽ എന്തൊക്കെ നടക്കും അതെല്ലാം അറിയാം. പക്ഷെ ഒരു സിനിമ ഒന്നുമേ അറിയില്ല. TV ഷൂട്ട് കൂടെ പോയിട്ടുണ്ട് ചെറിയ വയസ്സിൽ, പക്ഷേ സിനിമ ഷൂട്ടിങ് ഞാൻ കണ്ടിട്ട് കൂടെയില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വന്ന് കോയമ്പത്തൂരിൽ ഡോൺ സിനിമയിൽ വന്ന് പോകുമ്പോൾ അപ്പോഴാണ് ഇങ്ങനെയാണ് സിനിമ വർക്ക് ചെയ്യുന്നതല്ലേ അങ്ങനെയെന്ന്. അപ്പോഴാണ് സിനിമ ഡിഫറെൻറ്റ് ക്യാമറ എടുക്കും ആൻഡ് സിനിമ ഓപ്പറേറ്റ് ചെയ്യുന്നതേ. ഇപ്പോൾ നമ്മൾ ഒരു നമ്മൾ ഒന്ന് ടി വിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ക്യാമറ നമ്മളെ ഫോളോ ചെയ്യും. പക്ഷേ സിനിമയിൽ
ക്യാമറനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യണം. അതാണ് ഞാൻ ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരുമാതിരി ഫീലിംഗ് ആയിരുന്നു. എന്താടാ അത് ഒന്നുമേ അറിയാതെ നമ്മൾ വന്നല്ലോ அப்படின்னு അങ്ങനെയെന്ന്. സോ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു ഫ്രം ഫിലിംസ്. എടുത്ത് ഐ ലേൺഡ് ആക്ടിങ്. ഇവിടെ കലൈറാണി മാമിൻ്റെ അടുത്ത് ആക്ടിങ് സ്കൂളിൽ പോയി. അത് കഴിഞ്ഞിട്ട് കുറേ വർക്ക്ഷോപ്സ് അങ്ങനെ അറ്റൻഡ് ചെയ്തു. സോ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നുണ്ട് തമിഴിൽ. ഹോപ്പ്ഫുള്ളി നോക്കാം എന്താ. ഓക്കെ. ഇപ്പം അത് ആക്ടിങ്, സിംഗിങ്, അതേപോലെ തന്നെ ഇപ്പം ചെറുതിലെ സൗണ്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ റീസെന്റ് ലവ്ലിയില് ഈച്ചയ്ക്കും സൗണ്ട് കൊടുത്തു. അതെങ്ങനെയാ? അതും ഫസ്റ്റ് ടൈം. അപ്പൊ ഒരു കാർട്ടൂൺ, അതായത് ഒരു ആനിമേറ്റഡ് ഈച്ചയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത് ഒന്ന് എനിക്ക് കേട്ടപ്പോ എക്സൈറ്റഡ് ഉണ്ടായിരുന്നു. സോ ഞാൻ വന്ന് പോയപ്പോ അതെന്താ ഡബിങ് ഒരു വിഷയമായിരിക്കുന്നു അല്ലേ? ആക്ടിങ്ങിനേക്കാളും കഷ്ടം. ആണോ? അതെ, ബിക്കോസ് ഡബിങ് ഇസ് ആക്ടിങ് ആൻഡ് വോയിസ് ടുഗെദർ, ഈവൻ മോർ വോയിസ്. അപ്പോൾ എനിക്ക് വന്ന് ഞാൻ പാടി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടി ശീലമുണ്ട്. ബട്ട് കണ്ടിന്യൂസാ ഒരു 5 to 6 hours സംസാരിച്ച് എനിക്ക് വന്ന് ശീലമേ ഇല്ല. എനിക്ക് ലിറ്ററലി ആഫ്റ്റർ 6 hours മയക്കെല്ലാം വരും. ഇത് ഓവർ എനർജി എക്സേർട്ട് ചെയ്ത്. അപ്പോൾ ഓൾ ദ ഡബിങ് ആർട്ടിസ്റ്റ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ അവരെങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതിലും എനിക്ക് കരയുന്ന സീനില ഇല്ലായിരുന്നു. പക്ഷെ കരയുന്ന സീനിലാണ് ചെയ്യുന്ന ഡബിങ് ആർട്ടിസ്റ്റിലെ ഭയങ്കര പാവാന്ന് എനിക്ക് അപ്പോഴറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അത് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലെന്തെങ്കിലും ഒരു ഡയലോഗ്, എന്തെങ്കിലും? അയ്യോ കറക്റ്റാ 1 year ബാക്ക്, കൊറേ ആയി. ഇത് ഇന്നും ഈ ഡയലോഗ് ഓർമ്മയുണ്ട്. എടാ ക്ലോറിൻ ഡയോക്സൈഡ് ആണ് അടിച്ചിരിക്കുന്നത്, ഈച്ചയില്ല, ഡൈനോസർ വരെ ചെത്തും, ഞാൻ പോവാണ്, ബൈ. ഓക്കെ. ഇത് ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോഴേ അതിന് മുന്നേ ഇങ്ങനെ ആലോചിച്ചോ ശിവാങ്കിന്റെ സൗണ്ട്? എന്റെ ഡ്രീം ആയിരുന്നു ഒരു ആനിമേഷൻ ഞാൻ ഡബിങ് കൊടുക്കണം. എന്റെ ഡ്രീം എനിക്ക് ഡിസ്നിയിലെല്ലാം പോയി കൊടുക്കണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഡിസ്നിയിൽ എന്തെങ്കിലും ഹിപ്പോപ്പൊട്ടമസിനോ അല്ലെങ്കിൽ ആമയ്ക്കോ എന്തെങ്കിലും കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതാ ഈച്ച വന്നു. അപ്പോൾ ഈച്ച കണ്ടിട്ട് നെക്സ്റ്റ് ടൈം എന്നെ ഡിസ്നി വിളിക്കും. ഓക്കെ. അതാണ് ഏറ്റവും ഇപ്പോൾ ഉള്ളൊരു ഡ്രീം. യെസ്, ഡിസ്നിയുടെ മെയിൻ ഒരു എന്താ പറയണ്ടേ, വൺ ഓഫ് ദ ആനിമേറ്റഡ് മൂവീസിൽ എനിക്ക് വോയിസ് എടുക്കണം. അടിപൊളി. എനിക്ക് ശിവാങ്കി ഇപ്പം എപ്പോഴും ഭയങ്കര ഫണ്ണായിട്ട് എനർജറ്റിക് ആയിട്ടൊക്കെ ആണ് നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പം കുറച്ച് മുന്നേ തന്നെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇങ്ങനെ പറയണ്ടായിരുന്നില്ലേ, മാരേജിന് സേവ് ചെയ്ത ക്യാഷ് വെച്ചിട്ട് ഞാൻ കാർ എടുത്തു എന്നുള്ളത്. ആ ഒരു തോട്ട് പ്രോസസ് ഒക്കെ എവിടെ നിന്ന്? ഇപ്പൊ അമ്മയുടെ ഒരു അഡ്വൈസ് ആണോ? അതെ, അമ്മയാണ്. ബിക്കോസ് അമ്മ ആണോ എന്ന് കല്യാണത്തിന് ചേർത്ത് വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അതാ ഞാൻ പറഞ്ഞ 25 വയസ്സിൽ കല്യാണം ആവും വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പ്ലസ് എൻ്റെ കാറും പഴയതായി. അതും കുറച്ച് എന്താ പറയുക വിൽക്കേണ്ട ടൈമായി. പഴയ കാർ ഒരു 7-8 വർഷം ആവാൻ പോവായിരുന്നു. അപ്പോൾ ഇത്ര നാൾ കാർ വെച്ചാ ഇനി അത് വിൽക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അപ്പോഴടുത്ത് കാർ നോക്കാൻ പോകാൻ എന്ന് പറഞ്ഞിട്ട് കാർ നോക്കി, ഇതോ ഇവിടെയാ എന്നെ വീടിൻ്റെ 2 മിനിറ്റ് അടുത്ത് എല്ലാ ഷോറൂമും ഉണ്ട്. അത്ര ദൂരമാണ് ഞങ്ങൾ ചെന്നൈയിൽ. എനിവേ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ഷോറൂമും ഉണ്ട്. സോ ഞങ്ങൾ പോയി ബെൻസ്, BMW എല്ലാമേ പോയി നോക്കിയപ്പോൾ ഈ ഇപ്പോൾ വാങ്ങിച്ച കാർ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഉച്ചയ്ക്ക് ഈ ടൈമിൽ പോയി ഞങ്ങൾ നോക്കി നൈറ്റ് ബുക്ക് ചെയ്തു കാറ്. അപ്പോൾ വന്ന് ബുക്ക് ചെയ്തിട്ട് വന്നു. ഇപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ് അബൌട്ട് മാരേജ് എന്നാൽ കല്യാണം കഴിക്കണം, ബട്ട് നമ്മുടെ ജന്മ സേവിങ്സ് വെച്ച് കല്യാണം കഴിക്കണം എന്ന് ആവശ്യമില്ല. അതൊരു ഗുഡ് പോയിന്റ്. മിനിമല വന്ന് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ലാവിഷായിട്ടുള്ള ഹണിമൂണോ, ബിക്കോസ് കല്യാണം വന്ന് നമ്മളൊന്ന് ഓഫ്കോഴ്സ് നന്നായിട്ട് ഞാൻ ചോറിടും, നല്ല ഇതല്ലാണ്ടോ അതല്ല, പക്ഷേ ഇത്രയും ചെലവ് ചെയ്ത് 1 day അഫെയർ കറക്റ്റാ, അത് വന്ന് ഡസ് നോട്ട് മേക്ക് സെൻസ് എനിമോർ. അതുകൊണ്ട് ഞാൻ വന്ന് ഇപ്പൊ പ്ലാൻ ചെയ്തതേ എൻ്റെ കല്യാണം ഒരു തലേ ദിവസം ഒരു കല്യാണം മതി. അതെ, തലേ ദിവസവും ഒരു 50 പേർ 100 പേർ മാക്സിമം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ച് നല്ല ഫുഡ് ഇട്ട്, സെക്കൻഡ് ഡേ എല്ലാരെയും വിളിച്ച് ഫുഡ് ഇട്ട് തീർന്നു. മതി. ഡ്രസ്സ് നല്ല ഡ്രസ്സ് ആഭരണം അമ്മ എടുത്ത് ആൾറെഡി അതേ ഇട്ടാ മതി. അത് കഴിഞ്ഞിട്ട് ഹെയർ ആൻഡ് മേക്കപ്പ് മതി. ഇത്രയുള്ളൂ. ഇതാണ് എൻ്റെ ഒരു പ്ലാൻ.
ഇപ്പം കല്യാണം ഭയങ്കര ലാവിഷായിട്ട് നടത്തിയിട്ട് ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ ആ മാരേജ് ഇപ്പോൾ ചിലപ്പോൾ കടങ്ങൾ വരും, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് ഫുഡ് കൊള്ളില്ല, വിളിക്കാനേ കൊള്ളാം. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതാ. പക്ഷെ നമുക്ക് ആണോ അങ്ങനെ അറിയാൻ പറ്റില്ല. നമുക്ക് ഓൾറെഡി ചൊറിഞ്ഞ ആൾക്കാരല്ല, നമുക്ക് ഒരിക്കലും വിളിക്കില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും ഇവര് നല്ലതാന്ന്. ഇവര് വന്നിട്ട് ഇവര് കല്യാണം കണ്ടോറി ഫുഡ് തീരെ പോരാ, ഡ്രസ്സ് തീരെ പോരാന്ന് അറിയാം. അത് പറഞ്ഞ എന്താപ്പോ നമ്മൾ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നോ? നമ്മുടെല്ലേ കല്യാണം, അവരെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ജീവിക്കാൻ പോണോ? ഇല്ലല്ലേ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടത് ഇട്ടിട്ട് എന്താ നല്ല സാരി, നല്ല ഇത്, നല്ല മേക്കപ്പ്, അത് കഴിഞ്ഞിട്ട് ഊരി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വീട്ടിൽ പോയി ഉറങ്ങുക. ഇത് മതി കല്യാണം. പ്ലസ് ഞാൻ കുറച്ച് തമിഴ് സ്റ്റൈല്. അപ്പൊ എന്റെ തലേ ദിവസം ഞാൻ വന്ന്, അമ്മ മലയാളി അപ്പ തമിഴായതുകൊണ്ട് രണ്ടുപേരും നമ്മൾ രണ്ടുപേരെ കുട്ടിയില്ലേ, അതുകൊണ്ട് നമ്മൾ വന്ന് രണ്ട് സ്റ്റൈലും ഓണർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തലേ ദിവസം ഞാൻ മലയാളം സ്റ്റൈലും കല്യാണം ദിവസം തമിഴ് സ്റ്റൈലും ഞാൻ ആക്കി. ഓക്കെ. ഇപ്പൊ ചെക്കനില് തെലുഗോ കന്നഡ ആയിരുന്നെങ്കിൽ അത് പ്രശ്നമായപ്പോ. ചെക്കൻ മലയാളിയാ? അറിയില്ല, സത്യം എനിക്കറിയില്ല. ബിക്കോസ് അതെ, ഞാൻ ഒരു ഓപ്പൺ ആയിട്ടുള്ള കുട്ടിയാ. എനിക്കൊന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ പറയാം. അത് എനിക്ക് റിലേഷൻഷിപ്പ് അങ്ങനെ പ്രൈവറ്റ് ആക്കി ഒന്നും വെക്കില്ല. കുറച്ച് ദിവസം പ്രൈവറ്റ് ആയിരിക്കും, എപ്പോ ടൈമോ അപ്പൊ ഞാനേ പറയും. പ്രൈവസി ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മുടെ ഫീൽഡിൽ പ്രൈവസി എക്സ്പെക്ട് ചെയ്യുന്നതേ വന്ന് എന്നെ പൊறுத்தവരിക്കും ഒരു വേസ്റ്റ് തോട്ട്. ബിക്കോസ് എനിവേ കിട്ടില്ല. അപ്പോൾ മുടിഞ്ഞളവിന് നമ്മൾ വന്ന് ചെയ്യണം. അങ്ങനെയും പോയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതെ. ഓക്കെ. അപ്പൊ ഇപ്പൊ സിംഗിളോ? അതെ. റെഡി ടു മിംഗിൾ? യാ. കോൺസെപ്റ്റ് ഉണ്ടോ ഇങ്ങനെ വേണം പാർട്ട്ണർ? ഉണ്ട്. എന്താ? എന്റെ പ്രീവിയസ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ഒന്ന് 5 അടി 11 ഇഞ്ച് ഉണ്ടാവണം. ഉണ്ണിമുകുന്ദനോട് ക്രഷ് ഉണ്ടോ? ഉണ്ട്. സോ ഇപ്പോഴും ഒന്ന് ഇഷ്ട എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഉണ്ണിമുകുന്ദൻ ഇത് കണ്ടിട്ട് പ്രപ്പോസലായിട്ടൊക്കെ വന്നാലോ? വന്നെങ്കിൽ അപ്പോഴും വന്നിരിക്കണം അല്ലേ? പറഞ്ഞ ഒരു വർഷം ഇനി വന്നില്ല. സ്റ്റിൽ ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ആളപ്പം വിചാരിച്ചാണ് ചിലപ്പോൾ ഒരു ക്രഷ് ആയിരിക്കും, പക്ഷെ 1 year ആയിട്ട് ഇപ്പോഴും ഇഷ്ടാന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമാണ്. ചെറിയ രസോട്ടെ ഇഷ്ടം. ഇത് പഞ്ചാബി ഹൗസ്, മല്ലു സിംഗ്. ഒരു പടം ഉണ്ടായിരുന്നില്ല, എന്ത് പടം? മല്ലു സിംഗ്. അത് മല്ലു സിംഗ് അല്ലേ പഞ്ചാബി ഹൗസ്? മല്ലു സിംഗ് അല്ലേ? ഓൾഡ് മൂവി, അതിലുണ്ട് മുകുന്ദനില്ല. മല്ലു സിംഗ് പഞ്ചാബി ഹൗസ് ദിലീപ് സാറിന് അഭിനയിച്ച മല്ലു സിംഗ്. സമൃദ്ധ അവരൊക്കെ, കുഞ്ചാക്കോ ബോബൻ. മല്ലു സിംഗ്. ആക്ച്വലി കുഞ്ചാക്കോ ബോബൻ കൂടെ എനിക്ക് ചെറിയ വയസ്സിൽ ഇഷ്ടമായിരുന്നു. ഡാൻസ് ഓക്കെ, നല്ല കളിക്കും. അത് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ. കോൺസെപ്റ്റ് പറ. ഓക്കെ, 5 അടി. അത് മുമ്പ് ഞാൻ പറയായിരുന്നു അല്ലേ, ഇപ്പൊ എന്റെ കോൺസെപ്റ്റ് കുറച്ച് മാറി. എന്താ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കൂടെ ആരുണ്ടോ അവരാണ്. അതായത് ഹൗ യു ചൂസ് പീപ്പിൾ, അതാണ് ഈ ജീവിതത്തിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ സാഡിസ്റ്റിനെയും നാർസിസിനെയും പിടിച്ച് നല്ല 5 അടി 11 ഇഞ്ച്, പക്ഷെ അവന്റെ മനസ്സ് കൊള്ളില്ലെങ്കിൽ എന്ത് ചെയ്യും? 5 അടി 11 ഇഞ്ച് വെച്ച് ഞാൻ എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ ക്വസ്റ്റ്യന്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വന്ന് വി ഷുഡ് ചൂസ് ഓപ്റ്റിമിസ്റ്റിക് പീപ്പിൾ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഓപ്റ്റിമിസ്റ്റിക് ആയ ഒരു ചെക്കൻ, പോസിറ്റീവായ ഒരു ചെക്കൻ. അതുവേ ഭയങ്കര അട്രാക്റ്റീവ് ഉണ്ടാവും. അതൊന്ന്. ഇന്നൊന്ന് സംബഡി ഹു ലിസൺസ്. ഇപ്പോ നമ്മളിപ്പോ വന്ന് ഏതെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ നമ്മളിപ്പോ ഇത് ചെയ്യും, അയ്യോ ഇങ്ങനെ നടന്നു. ആ ടൈമിൽ പോയി ആ ചെക്കൻ നമ്മുടെ അടുത്ത് അഡ്വൈസ് പറയുമ്പോ കടുപ്പാവൂലേ? എന്തിനാ എനിക്കറിയാം, നമുക്കെല്ലാം അറിയാം എന്താണെന്ന്. പക്ഷെ ആ സമയം നമ്മൾ വന്ന് പുലമ്പുമ്പോ, ഇൻ ദ സെൻസ് നമ്മൾ വന്ന് പുലമ്പുന്നത് മലയാളം എന്താ? വിഷമിക്കുമ്പോ നമ്മൾ അഡ്വൈസിനാ പോകുന്നേ. നമ്മൾ അവരുടെ ഇതിന് വേണ്ടിയാ പോകുന്നേ, ആശ്വസിപ്പിക്കാൻ. അപ്പൊ അതിന് മിണ്ടാതിരുന്ന് നമ്മുടെ തോളിൽ കൈയിട്ടാലേ നമ്മളെ കൂൾ ഡൗൺ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു ചെക്കൻ. അത് കഴിഞ്ഞ് എമോഷണലി സ്റ്റേബിൾ ആയ ഒരു ചെക്കൻ, എന്നിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ചെക്കൻ, എന്നിട്ട് മെച്യൂരിറ്റി ഉള്ള ഒരാൾ ടു ഹാൻഡിൽ മീ, നോട്ട് മൈ ക്യാരക്ടർ, ഓൾസോ മൈ ക്യാരക്ടർ ബട്ട് ഓൾസോ മൈ പ്രൊഫഷൻ. ബിക്കോസ് ഈ ഈഗോ അതെല്ലാം വരാത്ത മാതിരി ഒരു ആള്.
ഇത്ര നാൾ കുറച്ച് അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വരുന്ന ആൾക്കാരെല്ലാം വന്ന് ഈഗോ ഇല്ലാതെ someone who accepts me അങ്ങനത്തെ ഒരിത്. എന്നിട്ട് ഒരു 5 അടി 11 ഇഞ്ച് വേണമെങ്കിൽ ഇതൊക്കെ ഉള്ള 5 അടി 11 ഇഞ്ച്. അതെ, അതല്ല പണ്ട് പറയുമ്പോ നല്ല ഭംഗിയായിരിക്കണം, അങ്ങനെ ഇരിക്കണം, ഒരു മാതിരി ടിപ്പിക്കൽ ടീനേജ് വേസ്റ്റ് ഗേൾ മാതിരി ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒന്നും ഒരു കുറച്ച് മെച്ചോടെന്ന് പറയില്ല, കുറച്ച് ബുദ്ധി വന്നു. എല്ലാരെയും കണ്ടിട്ട് ഓഹോ അങ്ങനെയെന്ന്. ഭംഗി ഇരുന്ന അരിവുണ്ടാവില്ല, അരിവിരുന്ന ഭംഗി ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് രണ്ടും കലന്ന് വേണം. ഉടനെ നിങ്ങൾ കമന്റിലെല്ലാം നിങ്ങളിടും ഭംഗിയുള്ള ചെക്ക വേണമെങ്കിൽ അതിന് നീ ഭംഗിയാണോന്ന്. അപ്പൊ വന്ന് ഇങ്ങനെയല്ല കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഏതോ എന്റെ അമ്മയെ ചോദിക്കും, ഇതേപോലെ ആ പയ്യനൊന്ന് നിന്നെ ചോദിച്ചാ എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ പറയും ഞാൻ ഭംഗിയില്ലേന്ന്. ഭംഗിയുണ്ട്, സുന്ദരിയല്ലേ? അത്രേ ഉള്ളൂ, നമ്മുടെ ഭംഗിക്കേത്ത ഭംഗി മതി. ഓക്കെ, എപ്പോഴും നമ്മൾ ഇങ്ങനെ എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നത്? ഇല്ല, ഞാൻ അപ്പ നെഗറ്റീവ് ആവും. അതെ, നിങ്ങളെല്ലാം വിചാരിക്കുന്നു ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. അല്ല, ഞാനും പാതാളത്തിൽ പോകുന്ന ടൈമിലുണ്ട്. ഓവർ തിങ്ക് ഒക്കെ ചെയ്യോ? അയ്യോ, ഓവർ തിങ്കിന് അമ്മേ ഞാനാ. ശരിക്കും? അതെ, ഞാൻ വന്ന് ഭയങ്കരമായി ഓവർ തിങ്ക് ചെയ്യും. ചിന്ന ചിന്ന വിഷയത്തിന് കൂടെ ഓവർ തിങ്ക് ചെയ്യും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ശിവാങ്കി ഭയങ്കര അല്ലല്ലല്ലല്ലല്ല, എനിക്ക് ചില്ല് ചെയ്യാനേ അറിയില്ല ആക്ച്വലി. അതെ, ആൾക്കാർ എന്റെ കൂടെ ഇരുന്ന ചില്ലാവും, പക്ഷെ ഞാൻ ചില്ലല്ല. അതെന്താന്ന് എനിക്ക് അപ്പൊ നിറയെ പേര് ഒന്ന് പറയും, യു ഹീൽഡ് മീ ഡ്യൂറിങ് കോവിഡ്, നിങ്ങളെ കണ്ടാണ് എനിക്ക് വിഷമമെല്ലാം പോകുന്നത്. അപ്പൊ പറയുമ്പോ എന്നെ കണ്ട് നിങ്ങക്ക് വിഷമമാ പോയി, അപ്പൊ എനിക്ക് വിഷമമുള്ള പാരാ. അതാ, ബിക്കോസ് ഇപ്പൊ ഞാൻ കുറച്ച് ബെറ്റർ വിത്ത് ഓവർ തിങ്കിങ്. പക്ഷേ പോസിറ്റീവ്, ഐ എം എൻ ഓപ്റ്റിമിസ്റ്റിക് പേഴ്സൺ. പക്ഷെ എപ്പോഴുമേ പോസിറ്റീവ് ഉണ്ടാവുമെന്ന് കേട്ടില്ല. അടിക്കടി അപ്പോ എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എല്ലാം വരാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ശിവാങ്കിയുടെ വീഡിയോസ്, കുക്ക് വിത്ത് കോമാളിയുടെ മറ്റേ റീൽസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, കുറെ ഫാൻ പേജസ് ഒക്കെ ഉണ്ടല്ലോ, അതും അല്ലാതെയൊക്കെ ഇന്റർവ്യൂസിന്റെ കട്ട്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും കുട്ടി ഭയങ്കര പോസിറ്റീവാണ്, ഈ കുട്ടി ഓവർ തിങ്ക് ഒന്നും ചെയ്യാറുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഞാൻ അല്ലല്ലല്ല, ദാറ്റ് ഈസ് ദ റോങ് പെർസ്പെക്റ്റീവ്. ഞാൻ അത് ഇൻ ദ സെൻസ് ഓവർ തിങ്കിങ് ഇസ് അനദർ ആസ്പെക്ട്, നന്നായി ജോലിയാ സംസാരിക്കുന്നത് ഇസ് അനദർ ആസ്പെക്ട്. സോ നന്നായിട്ട് ജോലിയാ സംസാരിക്കുന്നവര് അവർക്ക് വിഷമങ്ങളോ ഓവർ തിങ്കിങ്ങോ ഇല്ലാതെ ഇരിക്കണം എന്ന് ആവശ്യമില്ല. ഗ്രേറ്റസ്റ്റ് കൊമേഡിയൻസ് ആർ ദ മോസ്റ്റ് സാഡ് പീപ്പിൾ. സോ അങ്ങനെ ഇരിക്കുമ്പോ അതിന് ഞാൻ ഡിപ്രസ്ഡ് സാഡ് എന്നെല്ലാം പറയുന്നില്ല. ബട്ട് ഐ എം നോട്ട് ഓൾവേസ് പോസിറ്റീവ്. അപ്പൊ എനിക്കും ഭയങ്കര പ്രശ്നം വരും, ഓവർ തിങ്കിങ് ആവും, ഈ ജീവിതമേ വേണ്ടാന്ന് വെക്കും. അങ്ങനെയല്ല, ഇൻ ദ സെൻസ് നോട്ട് മീ, ഈ ലോകമേ ശരിയില്ല, അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. എന്നിട്ട് അപ്പൊ നെഗറ്റീവാ തോന്നും. അത് കഴിഞ്ഞിട്ട് ഉറങ്ങി എണ്ണിട്ടാ ശരിയാവും. ഇതാണ് ജീവിതം, ഇത്രേ ഉള്ളൂ, അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ അത് നമുക്ക് ജീവിതത്തിലെ ഒരു ബോട്ട് വെള്ളം സ്റ്റില്ലായിരുന്നാ മൂവ് ആവോ, വെള്ളം ഇങ്ങനെ പോയാലേ ബോട്ട് ഫ്രണ്ടിൽ പോവല്ലോ, അതേയാണ് ജീവിതം. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് ഡൗൺ ആവുന്ന സമയത്ത് എങ്ങനെയാ സ്വയം മോട്ടിവേറ്റ് ചെയ്യാം? ഞാൻ ചോക്ലേറ്റ് വാങ്ങി കഴിക്കും. അതെ, അപ്പൊ ഓക്കെയോ? ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഞങ്ങൾ യൂണോ കളിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പെയിന്റ് ചെയ്യും. പെയിന്റ് ഒന്നും ഞാൻ മികപ്പരി പെയിന്റ് അല്ല, ചുമ്മാ ഈ 5 വയസ്സ് പിള്ളേർക്ക് ബുക്ക് വാങ്ങി തരില്ലേ, കളറിംഗ് ബുക്ക്, അത് ഇപ്പോ റീസെന്റ് പഴക്കമായി. എന്തിനാ എന്റെ അടുത്ത് ഒരുത്തർ പറഞ്ഞു എനിക്ക് ഒരിടത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ പെയിന്റ് അടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെയിന്റ് വാങ്ങി. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് 4, Kerala's leading tech-enabled home builder.